ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഹണി ഐ ഷ്രങ്ക് ദ കിഡ്സ് 1989 ഇറങ്ങിയ ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ മൂവിയാണിത്. ഈ സിനിമയിലെ ഒരു മെയിൻ കഥാപാത്രമാണ് വെയിൻ സാലിൻസ്കി. അയാൾ ഒരു സയന്റിസ്റ്റ് ആണ്. അയാൾ ഒരു മെഷീൻ കണ്ടുപിടിച്ചു. അത് വെച്ചിട്ട് എന്ത് സാധനത്തിനെയും ചെറുതാക്കാൻ സാധിക്കും. അങ്ങനെ അബദ്ധവശാൽ ആ മെഷീൻ കാരണം അയാളുടെ കുട്ടികളും അയൽപ്പക്കത്തുള്ള 2 കുട്ടികളും കടുകുമണിയോളം ചെറുതായി പോവാണ്. അതിനുശേഷം സംഭവിക്കുന്ന വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ നടക്കുന്നത്. ഒന്ന് കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ സിനിമയുടെ ആരംഭത്തിൽ കാണിക്കുന്നത് വെയിൻ സാലിൻസ്കിയുടെ വീടാണ്. നല്ലൊരു പോർഷ് ഏരിയയിലാണ് അയാൾ താമസിക്കുന്നത്. ഈ സമയം അവിടുത്തെ പോസ്റ്റ്മാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. സാലിൻസ്കിയുടെ വീട്ടിലും എന്തൊക്കെ കത്ത് കൊടുക്കാനുണ്ട്. ഈ സമയത്താണ് സാലിൻസ്കിയുടെ പട്ടിയായ ക്വാർക്ക് അങ്ങോട്ട് വരുന്നത്. സാധാരണ ഇങ്ങനെയുള്ള കത്തുകളും കാര്യം അവനാണ് വീട്ടിൽ കൊണ്ടുകൊടുക്കാറ്. അത് പോസ്റ്റ്മാൻ അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ ഉടനെ തന്നെ ആ കത്തെടുത്തിട്ട് ആ പട്ടിയുടെ വായിൽ വെച്ചു കൊടുക്കാണ്. ക്വാർക്കാണെങ്കിൽ ആ കത്തും കൊണ്ട് നേരെ അവരുടെ വീട്ടിലേക്ക് കയറി പോകുന്നു. സാലിൻസ്കിക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്ത പെൺകുട്ടിയുടെ പേര് എമി എന്നും ഇളയവന്റെ പേര് നിക്ക് എന്നുമാണ്. എമി ആണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കിക്കൊണ്ട് അവളുടെ ഫ്രണ്ടുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടാണ് ക്വാർക്ക് ആ കത്തുമായിട്ട് കയറി വരുന്നത്. ഈ സമയം നിക്ക് ആണെങ്കിൽ അവൻ എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ അച്ഛൻ ഒരു സയന്റിസ്റ്റ് ആണ്. അയാളിപ്പോ ഒരു ലേസർ ഗൺ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ആ വീടിന്റെ മുകളിലത്തെ നിലയിലാണ് അയാളുടെ ലാബ് ഉള്ളത്. അയാൾ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇൻസ്പിറേഷനിൽ നിക്കും അതുപോലെ ഒരു ചെറിയ ഡിവൈസ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം എമി ആണെങ്കിൽ അവളുടെ ഫ്രണ്ടുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. തലേ ദിവസം രാത്രി അമ്മയും അച്ഛനുമായിട്ട് എന്തോ വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അമ്മ ഇപ്പോൾ അമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം നിക്കും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവൾ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിക്ക് എമിയുടെ അടുത്ത് കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങി. അമ്മ എപ്പോഴാണ് വരുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നീ വിഷമിക്കണ്ട, അമ്മ ഉടനെ തന്നെ ഇങ്ങോട്ട് വന്നോളൂ, സാധാരണ അവർ ഇതുപോലെ പോവാറുള്ളതല്ലേ, അതുകൊണ്ട് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവനെ സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡിവൈസ് ഇരിക്കുന്നുണ്ട്. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബട്ടണിൽ ഞെക്കുകയാണ്. അത് മുകളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അവളുടെ അച്ഛനുള്ള ഒരു സിഗ്നൽ ആയിരുന്നു. അതായത് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, കഴിക്കാൻ ഉടനെ തന്നെ താഴേക്ക് വരണം എന്നാണ് അതിന്റെ അർത്ഥം. ഈ സമയം സെലൻസ്കി ആണെങ്കിൽ ആ ലേസർ ഗണ്ണിന്റെ പണിപ്പുരയിൽ തന്നെയാണ്. അയാൾ ആ മെസ്സേജ് കാണുമ്പോൾ ഉടനെ തന്നെ അവിടുത്തെ കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ കുറച്ച് ബിസിയാണ്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ താഴേക്ക് വരൂ എന്നാണ് അയാൾ അതിൽ ടൈപ്പ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അയാൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ താഴെ ഒരു സ്ലിപ്പായിട്ട് വരാൻ തുടങ്ങി. അയാൾ ആ എഴുതിയിരിക്കുന്ന കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ അക്ഷരത്തെറ്റുണ്ട്. അതിൽ നിന്നും അയാൾ ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് അത് ടൈപ്പ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം എമിക്ക് മനസ്സിലായി. അതായത് അയാൾ ഉടനെയൊന്നും താഴേക്ക് ഇറങ്ങി വരാൻ പോകുന്നില്ല. അങ്ങനെ സലിൻസ്കി ആണെങ്കിൽ അയാളുടെ പണി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നല്ല രീതിയിൽ പൊട്ടലും ചീറ്റലും ഒക്കെ കേൾക്കുന്നുണ്ട്. ഈ സമയം തന്നെ അയാളുടെ അയൽക്കാരനായ തോംസണും അയാളുടെ ഭാര്യയും നല്ല ഉറക്കത്തിലാണ്. ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ കുറെ സമയം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അയാൾ കിടന്നത്. എന്നാൽ സലിൻസ്കിയുടെ ഈ പണി കാരണം അയാളെ കൊണ്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല. കുറെ ദിവസമായി ഈ തോംസൺ ഇത് സഹിക്കുന്നു. ഇന്നത്തെ ദിവസം അയാൾ സലിൻസ്കിയെ നല്ല രീതിയിൽ തെറി പറയാൻ തുടങ്ങി. ഇന്ന് നല്ലൊരു ശനിയാഴ്ചയായിട്ട് നീ എന്നെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ എന്നൊക്കെയാണ് അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പണിപ്പുരയിലായതുകൊണ്ട് തന്നെ സലിൻസ്കി അതൊന്നും കേൾക്കുന്നില്ല. ഈ സമയം വീണ്ടും ഇങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ തോമസൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഡ്രസ്സ് ഇട്ടിട്ട് വീടിന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇന്ന് അവന്റെ കൈ ഞാൻ വെട്ടും എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വീടിന്റെ പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഈ സമയം അയാളുടെ ഇളയ മകനായ റൊണാൾഡ് അവിടെ ഒരു കെണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കെണിയിൽ ചെന്ന് വീഴുന്നത് ഈ തോംസൺ ആണ്. ആ വീഴ്ചയിൽ തോംസന്റെ നെറ്റിയിൽ പരിക്കൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, തന്റെ മകൻ തന്നെയാണ് അയാൾക്ക് പണി കൊടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അയാൾ അവന്റെ കൈ അപ്പം തന്നെ തല്ലി ഓടിച്ചേനെ. അങ്ങനെ വളരെ ഫ്രസ്ട്രേഷനിൽ അയാൾ വീടിന്റെ അകത്തേക്ക് തന്നെ കയറി പോവാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. അച്ഛൻ ഇതുവരെയായിട്ടും താഴേക്ക് ഇറങ്ങി വരാത്ത കാണുമ്പോൾ നിക്ക് വേഗം തന്നെ അയാളുടെ ലാബിന്റെ അകത്തേക്ക് കയറി ചെല്ലാണ്. അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ സലിൻസ്കി ആണെങ്കിൽ ഇപ്പോഴും അയാളുടെ പണിപ്പുരയിൽ തന്നെയാണ്. അതെല്ലാം കാണുമ്പോൾ ഞാൻ എന്റെ ഗണ്ണിന്റെ പണി തീർത്തല്ലോ, എന്നിട്ട് നിങ്ങൾ ഇതുവരെയായിട്ട് നിങ്ങളുടെ ഗണ്ണിന്റെ പണി തീർത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അച്ഛനെ കളിയാക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ എന്റെ പൊന്നുമോനെ, നീ ഇപ്പൊ ഇവിടെ നിന്ന് പോവാൻ നോക്ക്, ഒന്നാമത് ഞാൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം അയാൾ ആ ലേസർ ഗൺ ഓണാക്കാൻ തുടങ്ങി. ഇനി ഈ ഗണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. ഇയാൾ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ സാധനങ്ങൾ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് ആ ഗണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് ആ ലേസർ അതിലേക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് വളരെ ചെറുതായി പോകും. ഇങ്ങനെയാണ് ആ ഗണ്ണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അയാൾ ഒരു ആപ്പിളാണ് ആ ഗണ്ണിന്റെ മുന്നിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ ആ ഗൺ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ ആപ്പിള് ചെറുതാവുന്നതിന് പകരം അത് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ട് സലിൻസ്കി ആണെങ്കിൽ ആകെ നിരാശയിലിരിക്കുകയാണ്. കാരണം കുറെ ദിവസമായി അയാൾ ഈ വർക്ക് തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും അത് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അയാളുടെ പട്ടിയായ ക്വാർക്ക് ആണെങ്കിൽ അയാളുടെ ദേഹത്തേക്ക് തെറിച്ച ആ ആപ്പിളിന്റെ അവശിഷ്ടങ്ങളൊക്കെ നക്കി തിന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ സമയം തന്നെ തോംസന്റെ വീട്ടിൽ അയാൾ ഒരു ഫിഷിംഗ് ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ അതിന്റെ പൈസയൊക്കെ അഡ്വാൻസ് ആയിട്ട് അടച്ചിട്ടുണ്ട്. കുട്ടികളുടെ അടുത്ത് ഉടനെ തന്നെ നിങ്ങൾ റെഡി ആയിട്ട് വാ, നമുക്ക് ആ ഫിഷിംഗ് ട്രിപ്പിന് പോകണം എന്നൊക്കെ അയാൾ പറയാൻ തുടങ്ങി. എന്നാൽ തോംസന്റെ മൂത്ത മകനായ റസലിന് ആ കാര്യത്തിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അവന് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യാനാണ് അവന് താല്പര്യം. എന്നാൽ അവന്റെ അച്ഛനാണെങ്കിൽ അയാളുടെ ഇഷ്ടത്തിന് അവനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റസലും അവന്റെ അച്ഛനും അധികം ഒത്തുപോകാത്ത ക്യാരക്ടേഴ്സ് ആണ്. ഈ സമയം അവനെ ഫിഷിംഗ് ട്രിപ്പിന് വിളിക്കുമ്പോൾ എനിക്കതിൽ താല്പര്യമില്ല എന്നാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ തോമസനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. ഇവൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നൊക്കെയാണ് അയാൾ അയാളുടെ ഭാര്യയുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം സലിൻസ്കി അയാളുടെ ജോലിയൊക്കെ നിർത്തിവെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എമി അയാൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്, ഇപ്പൊ തന്നെ സമയം കുറെ ആയല്ലോ, നിങ്ങൾ പോകുന്നില്ലേ എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോഴാണ് അയാളും ആ മീറ്റിംഗിനെ കുറിച്ച് ഓർക്കുന്നത്. അയാൾ ഉടനെ തന്നെ ഭക്ഷണം കഴിക്കലൊക്കെ നിർത്തിയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അതിനിടയിലാണ് അയാളുടെ ഭാര്യ വിളിക്കുന്നത്. അവളുടെ പിണക്കമൊക്കെ അവൾ മറന്നിട്ടുണ്ട്. ആ മീറ്റിംഗിന് പോകുന്നതിന് മുമ്പേ സലിൻസ്കിക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് പറയാനാണ് അവൾ ഇപ്പൊ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. അച്ഛനും അമ്മയും പഴയതുപോലെ സംസാരിക്കുന്നത് കാണുമ്പോൾ കുട്ടികൾക്കും ശരിക്കും സന്തോഷമായി. അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം സലിൻസ്കി കുട്ടികളുടെ അടുത്ത് കാര്യം പറയാൻ തുടങ്ങി. ഇന്ന് ഉച്ചയാവുമ്പോൾ നിങ്ങളുടെ അമ്മ ഇങ്ങോട്ട് തിരിച്ചു വരും, അതുകൊണ്ട് ഇവിടെയുള്ള മുഴുവൻ സാധനങ്ങളും വൃത്തിയാക്കി വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. നിക്കിനെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ ഒരു ഫ്രണ്ടായ ടോമി അങ്ങോട്ട് വന്നിട്ടുണ്ട്. നിക്ക് ടോമിയെ വിളിച്ചോണ്ട് പോകുന്നത് അവന്റെ വീട്ടിലുള്ള പുല്ലൊക്കെ കട്ട് ചെയ്യുന്ന ഒരു മെഷീന്റെ അടുത്തേക്കാണ്. നിക്ക് അതിനു വേണ്ടിയിട്ട് ഒരു റിമോട്ട് കൺട്രോൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചു കൊടുക്കാനാണ് അവൻ ടോമി അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. റിമോട്ട് കൺട്രോൾ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ ടോമിക്ക് ശരിക്കും കൗതുകമായി. ഞാൻ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെ വെറുതെ പറ്റത്തൊന്നുമില്ല, ഒരു പാക്കറ്റ് കുക്കീസ് എനിക്ക് സംഘടിപ്പിച്ചു തരാണെങ്കിൽ ഇവിടുത്തെ മുഴുവൻ പുല്ലും നീ തന്നെ കട്ട് ചെയ്തോ എന്നാണ് നിക്ക് പറയുന്നത്. അയ്യോ, അതിനെനിക്ക് ഇപ്പൊ പറ്റത്തില്ല, എനിക്ക് ഉടനെ തന്നെ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോണം, ഞാൻ അത് കഴിഞ്ഞിട്ട് നിനക്ക് കുക്കീസ് കൊണ്ടു തന്നാ പോരെ എന്നാണ് ടോമി ചോദിക്കുന്നത്. ഓക്കെ, പക്ഷെ അധികം ലേറ്റ് ആവരുത് എന്ന് പറഞ്ഞിട്ട് നിക്ക് അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. ഇതേ സമയം തന്നെ തോംസൺ ആണെങ്കിൽ അയാളുടെ ആ ഫിഷിംഗ് ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് അയാളുടെ ഇളയ മകനായ റൊണാൾഡ് അങ്ങോട്ട് വരുന്നത്. നമുക്ക് ബേസ്ബോൾ കളിച്ചാലോ എന്നാണ് അവൻ അവന്റെ അച്ഛന്റെ അടുത്ത് ചോദിക്കുന്നത്. നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയി കളിച്ചാൽ മതി, ഞാൻ ഇവിടെ ബിസിയാണ്, നിനക്കത് കണ്ടാൽ അറിഞ്ഞൂടെ എന്നാണ് അവന്റെ അച്ഛൻ അതിന് മറുപടി പറയുന്നത്. അയാൾ അത് പറഞ്ഞു കേൾക്കുമ്പോൾ റൊണാൾഡ് ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടി അവന്റെ വീടിന്റെ ബാക്ക് യാർഡിലേക്ക് പോവാണ്. ഈ സമയം അവൻ നോക്കുമ്പോൾ നിക്ക് അപ്പുറത്ത് നിന്നും അവന്റെ വീടിന്റെ ബാക്ക് യാർഡൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ അവൻ നിക്കിനെ ക്ഷണിക്കാൻ തുടങ്ങി. എന്നാൽ നിക്കിന് ബേസ്ബോൾ കളിക്കാനൊന്നും താല്പര്യമില്ല. അവൻ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിക്കണം, അതാണ് അവന്റെ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ കളിക്കാൻ വരുന്നില്ല എന്നാണ് നിക്ക് അതിന് മറുപടി പറയുന്നത്. ഇതേ സമയം തന്നെ എമി ആണെങ്കിൽ അവളുടെ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് അവളുടെ വീടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ അവിടെ ഒരു പാട്ട് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടാണ് അവൾ വീട് ക്ലീൻ ചെയ്യുന്നത്. ഈ സമയം തോംസന്റെ മൂത്ത മകനായ റസൽ ആണെങ്കിൽ അവന്റെ അച്ഛനെ സഹായിക്കാൻ വേണ്ടി അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുമ്പോഴാണ് എമിയുടെ ഡാൻസ് അവനും കാണുന്നത്. ഈ എമിയെ റസലിന് ആദ്യം മുതലേ ഇഷ്ടമാണ്. പക്ഷെ ഇതുവരെയായിട്ടും അവൻ ആ കാര്യം തുറന്നു പറഞ്ഞിട്ടില്ല. മാത്രമല്ല അവരിതുവരെയായിട്ട് ഫ്രണ്ട്സ് പോലും ആയിട്ടില്ല. എങ്കിലും അവളെ കാണുമ്പോഴൊക്കെ അവൻ അവളെ നോക്കി നിൽക്കാറുണ്ട്. ഈ ഒരു അവസരത്തിലും അവളുടെ ഡാൻസ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൻ. ഈ സമയം റൊണാൾഡോ ആണെങ്കിൽ അവന്റെ ബേസ്ബോൾ കളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ ബോൾ അവന്റെ ആ ബാറ്റ് വെച്ച് അടിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ബോൾ നേരെ സലിൻസ്കിയുടെ ലാബിന്റെ അകത്തേക്ക് പോകുന്നത്. ആ ബോൾ ഇപ്പൊ നേരെ ചെന്ന് വീണിരിക്കുന്നത് അയാൾ ഉണ്ടാക്കി വെച്ച ആ മെഷീന്റെ ലേസറിന്റെ മുന്നിലാണ്. അതോടൊപ്പം തന്നെ ആ മെഷീൻ ഓൺ ആവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം റൊണാൾഡോ ആണെന്നുണ്ടെങ്കിൽ ആ ചില്ലൊക്കെ തകർത്തുകൊണ്ട് നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ട് ആവാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ അവന്റെ ബ്രദറായ റസൽ അതിന് സമ്മതിക്കുന്നില്ല. അവൻ ഉടനെ തന്നെ റൊണാൾഡിനെ പിടിച്ചുകൊണ്ട് നേരെ സലിൻസ്കിയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അവൻ എങ്ങനെയെങ്കിലും എമിയുടെ ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റണം എന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് തന്റെ ബ്രദർ ആണെന്ന് പോലും നോക്കാതെ റൊണാൾഡിനെ കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ അവർ അവിടെ ചെന്നിട്ട് വാതിലിൽ മുട്ടാൻ തുടങ്ങി. ഈ സമയം ആ ലേസർ ഗൺ ആണെങ്കിൽ അതിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ രണ്ട് ഭാഗത്തു നിന്നാണ് ആ ലേസർ പുറത്തേക്ക് വരുന്നത്. അതിൽ മെയിൻ ഭാഗത്തു നിന്നും നീല ലൈറ്റും രണ്ടാമത്തെ ലേസർ റെഡ് ലൈറ്റുമാണ്. അതിൽ ആ റെഡ് ലൈറ്റിന്റെ മുന്നിലാണ് ആ ബേസ്ബോൾ വന്ന് വീണിരിക്കുന്നത്. ആ ബേസ്ബോൾ വന്ന് വീണതുകൊണ്ട് തന്നെ ആ മെഷീന്റെ പ്രവർത്തനങ്ങളൊക്കെ ശരിക്കും വർക്കാവാൻ തുടങ്ങി. മെയിൻ ലേസർ അവിടെ ഇരിക്കുന്ന സോഫയിലേക്കാണ് അടിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ രണ്ട് സോഫകളും വളരെ ചെറുതായി പോവാണ്. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവര് വാതിൽ മുട്ടിയതിനെ തുടർന്ന് എമിയും നിക്കും പുറത്തേക്ക് വരികയാണ്. ഈ ഒരു അവസരത്തിലാണ് റസൽ എമിയെ ഇത്രയും അടുത്ത് കാണുന്നത്. അങ്ങനെ അവൻ ഉടനെ തന്നെ കാര്യം പറയാൻ തുടങ്ങി. റൊണാൾഡ് നിങ്ങളുടെ വീടിന്റെ മുകളിലേക്ക് ഒരു ബോൾ അടിച്ചിട്ടുണ്ട്, അവിടുത്തെ ചില്ലൊക്കെ പൊട്ടി, അത് ഞങ്ങൾ റെഡിയാക്കി തരാം, ഞങ്ങൾക്ക് ആ ബോൾ തിരിച്ചു വേണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ നിക്കാണെങ്കിൽ റൊണാൾഡിനെയും കൂട്ടി മുകളിലേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയവും ആ ലേസർ ഗൺ പ്രവർത്തിക്കുന്നുണ്ട്. അവരങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ആ ലേസർ ഗൺ ആ കുട്ടികളുടെ നേർക്കാണ് അടിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരും ചെറുതായി പോവാണ്. ഇതേ സമയം തന്നെ സലിൻസ്കി ആണെങ്കിൽ അയാളുടെ
ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. ആ മീറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെലൻസ്കി അയാൾ കണ്ടുപിടിച്ച ആ മെഷീന്റെ കാര്യങ്ങളാണ് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. അതായത് അയാളുടെ ആ മെഷീൻ വെച്ച് എന്ത് സാധനം വേണമെങ്കിലും ചെറുതാക്കാനും പറ്റും, അതുപോലെ അതിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും പറ്റും. അയാൾ ആ മെഷീൻ കണ്ടുപിടിച്ചിരിക്കുന്നത് സ്പേസ് എക്സ്പെഡീഷന് വേണ്ടിയിട്ടാണ്. സ്പേസിലേക്ക് പോകുമ്പോൾ ഒരുപാട് വലിയ വലിയ സാധനങ്ങൾ കൊണ്ടുപോണ്ടി വരും, അതിന് ഒരുപാട് കാശാവുകയും ചെയ്യും. എന്നാൽ അവന്റെ മെഷീൻ ഉണ്ടെങ്കിൽ എത്ര വലിയ സാധനമാണെങ്കിലും അത് ചെറുതാക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ വളരെ കുറഞ്ഞ ചെലവിൽ അവർക്ക് സ്പേസിലേക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ അവർക്ക് സ്പേസിൽ എത്തിയതിനു ശേഷം അത് തിരിച്ച് പഴയ രൂപത്തിലേക്ക് ആക്കിയാൽ മതി. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് അയാളുടെ മെഷീനെ കുറിച്ച് അയാൾ ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള സയന്റിസ്റ്റുകളൊന്നും അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതൊരു കെട്ടുകഥ മാത്രമാണ് എന്നാണ് അവർ പറയുന്നത്. അത് പ്രൂവ് ചെയ്ത് കാണിച്ചാലേ അവർ ആ കാര്യങ്ങളൊക്കെ വിശ്വസിക്കത്തുള്ളൂ. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ അത് പ്രൂവ് ചെയ്യാൻ അയാളെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം അയാളുടെ വിചാരം ആ മെഷീൻ ഇതുവരെയായിട്ടും വർക്കായിട്ടില്ല എന്നാണ്. അങ്ങനെ അവനത് പ്രൂവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ പ്രൊജക്ട് തന്നെ റിജക്ട് ചെയ്തിട്ട് അവർ ആ മീറ്റിംഗ് പിരിച്ചുവിടാണ്. വളരെ നിരാശയോടെയാണ് സെലൻസ്കി അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇതേ സമയം തന്നെ എമിയും റസലും കുട്ടികൾ താഴേക്ക് ഇറങ്ങി വരാത്തത് കാണുമ്പോൾ മുകളിലേക്ക് പോകാൻ തുടങ്ങി. അവർ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ മെഷീൻ ഇപ്പോഴും ഓണായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവരുടെ നേരെ ലേസർ അടിക്കുന്നത്. അതോടൊപ്പം എമിയും റസലും ചെറുതായി പോവാണ്. ആദ്യം എമി വിചാരിക്കുന്നത് അവൾ മറ്റെവിടെയോ എത്തിപ്പെട്ടെന്നാണ്. പക്ഷെ അവർ ആ റൂമിൽ തന്നെയാണ്. ചെറുതായി പോയതുകൊണ്ട് അവർക്ക് ആ റൂം മൊത്തം വേറെ എവിടെയോ ആണ് എന്ന് തോന്നുന്നതാണ്. ഈ സമയത്താണ് ബാക്കി രണ്ടുപേരും അങ്ങോട്ട് വരുന്നത്. അവരെ കാണുമ്പോൾ എമിക്ക് കാര്യം മനസ്സിലായി. ആ മെഷീൻ വർക്കായി. അങ്ങനെ അവർ ചുരുങ്ങിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്ന് അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ സമയത്താണ് അവരുടെ നായ അങ്ങോട്ട് ഓടി വരുന്നത്. അത് വല്ലാണ്ട് കുരയ്ക്കാൻ തുടങ്ങി. ഈ ഒരു അവസരത്തിൽ അതിന്റെ ആ ശബ്ദം അവരെ കൊണ്ട് താങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ എമി വല്ലാണ്ട് കോർക്കിന് ചീത്ത പറയാൻ തുടങ്ങി. അത് കേട്ട ഉടനെ തന്നെ കോർക്കാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഈ സമയത്താണ് സെലൻസ്കി അവരുടെ വീട്ടിലേക്ക് കയറി വരുന്നത്. അവിടുത്തെ ഫോൺ ഇങ്ങനെ തുടർച്ചയായിട്ട് ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോൺ എടുക്കാൻ ഇവിടെ ആരും ഇല്ലേ എന്നൊക്കെ ഉറക്കെ വിളിച്ച് ചോദിച്ചുകൊണ്ടാണ് അയാൾ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോഴേക്കും ആ ഫോൺ ആണെങ്കിൽ കട്ടായി പോവുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ കുട്ടികളെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ കുട്ടികളുടെ മറുപടി ഒന്നും കേൾക്കുന്നില്ല. ഈ സമയത്താണ് കോർക്ക് അങ്ങോട്ട് വരുന്നത്. അവൻ അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ സെലൻസ്കി ആണെങ്കിൽ നേരെ കോർക്കിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ കോർക്കിന്റെ കൂടെ അയാൾ അയാളുടെ ലാബിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അയാൾ അങ്ങോട്ട് കയറി വരുന്ന ശബ്ദം കുട്ടികളും കേൾക്കുന്നുണ്ട്. അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആ സോഫയോ എടുത്തിട്ട് ആ ഡോറിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയവും ആ മെഷീൻ ആണെങ്കിൽ വർക്കിംഗ് കണ്ടീഷനിൽ തന്നെയാണ്. പക്ഷെ അയാൾ അങ്ങോട്ട് കയറി വരുമ്പോൾ അതിൽ നിന്നും ആ ബേസ്ബോൾ താഴേക്ക് വീണു പോവാണ്. അതോടൊപ്പം തന്നെ മെഷീൻ ആണെങ്കിൽ ഓഫായി പോവുകയും ചെയ്യുന്നു. ഈ സമയം കുട്ടികൾ ആ സോഫയിൽ കയറി നിന്നിട്ട് അയാളെ ഉറക്കെ വിളിക്കുന്നുണ്ട്. എന്നാൽ സെലൻസ്കി ആണെങ്കിൽ അത് കേൾക്കുന്നില്ല. അവിടെ ആ സോഫ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അയാൾ അതിലേക്ക് ഇരിക്കാൻ തുടങ്ങി. പക്ഷെ അയാൾ താഴേക്ക് വീണു പോവാണ്. ആ സോഫ എവിടെ പോയി എന്നാണ് അയാൾ ഇപ്പൊ ചിന്തിക്കുന്നത്. ഈ സമയത്താണ് അവിടുത്തെ ആ ചില്ല് പൊട്ടിയിരിക്കുന്ന അയാൾ ശ്രദ്ധിക്കുന്നത്. ഓൾറെഡി അയാളുടെ പ്രൊജക്ട് റിജക്ട് ആയതുകൊണ്ട് വല്ലാത്ത ദേഷ്യത്തിലാണ് അയാൾ അങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ വളരെ മോശം അവസ്ഥയാണ് അവിടെയും. ഇതിനെല്ലാം കാരണം ആ മെഷീൻ ആണെന്നും പറഞ്ഞിട്ട് അയാൾ ഒരു വടിയെടുത്ത് ആ മെഷീനൊക്കെ തല്ലി പൊളിക്കാൻ തുടങ്ങി. ഈ സമയം കുട്ടികൾ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ആ മെഷീൻ വർക്കായി, അത് നശിപ്പിക്കരുത് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സെലൻസ്കി അതൊന്നും കേൾക്കുന്നില്ല. അയാൾ അതെല്ലാം തല്ലി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ മെഷീൻ തല്ലി പൊളിക്കുമ്പോൾ അതിന്റെ പാർട്സ് ഒക്കെ താഴേക്ക് തെറിച്ച് വീഴാൻ തുടങ്ങി. അതെല്ലാം കാണുമ്പോൾ കുട്ടികളെല്ലാവരും പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ താഴെ മൊത്തം സാധനങ്ങൾ ചെതറിക്കിടക്കുന്ന കാണുമ്പോൾ അയാൾ ഒരു ചൂലെടുത്തിട്ട് അതെല്ലാം അടിച്ചു വാരാൻ തുടങ്ങി. അതിനിടയിൽ ആ കുട്ടികളും പെടുന്നുണ്ട്. കുട്ടികൾ പരമാവധി ആ ചൂലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ അയാൾ വേഗം തന്നെ കുട്ടികളെ അടക്കം അവിടെയുള്ള സാധനങ്ങൾ മൊത്തം അടിച്ചു കൂട്ടിയിട്ട് ഒരു ഗാർബേജ് ബാഗിന്റെ അകത്തേക്ക് ഇടാണ്. ഒരു കൊക്കയ്ക്കുള്ളിലേക്ക് വീഴുന്ന പോലെയാണ് കുട്ടികൾക്ക് അത് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ വേസ്റ്റ് ഒക്കെ ഗാർബേജ് ബാഗിന്റെ അകത്തേക്ക് ആക്കിയിട്ട് അയാൾ അതും എടുത്തോണ്ട് നേരെ അയാളുടെ ബാക്ക് യാർഡിലേക്കാണ് പോകുന്നത്. അതിനുശേഷം അയാളുടെ വേലിക്ക് അപ്പുറത്തേക്കാണ് അയാൾ ആ ഗാർബേജ് ബാഗ് ഇടുന്നത്. ഇതെല്ലാം നോക്കിക്കൊണ്ട് കോർക്കും അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയം തന്നെ കുട്ടികളാണെങ്കിൽ ആ ഗാർബേജ് ബാഗിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ശ്രമത്തിലാണ്. അവർ നൈസായിട്ട് ആ കവർ മൊത്തം വലിച്ചു കയറുന്നു. അതിനുശേഷം ആ ഏരിയ മൊത്തം പരിശോധിക്കാൻ തുടങ്ങി. അവരിപ്പോൾ അവരുടെ വീടിന്റെ ബാക്ക് യാർഡിലാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ സംബന്ധിച്ചിട്ട് അവരുടെ മുന്നിലുള്ളത് ഒരു കൊടും കാടാണ്. അതിലൂടെ നടന്നിട്ട് വേണം അവർക്ക് വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ചുമ്മാ വീട്ടിലെത്തിയാൽ പോരാ, അവരെ അവരുടെ അച്ഛൻ കാണണം. എങ്കിൽ മാത്രമേ അവർക്ക് യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഓരോരുത്തരായിട്ട് അവിടെയുള്ള പുൽനാമ്പ് വഴി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവരെല്ലാവരും ഇപ്പൊ താഴേക്ക് ലാൻഡ് ചെയ്യുന്നത്. അതിനുശേഷം പതുക്കെ അവർ മുന്നോട്ട് നടക്കുകയാണ്. ഈ സമയത്താണ് വലിയൊരു ചിറകടി ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവരവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ വേഗം ചെന്നിട്ട് അവരവിടെയുള്ള ഒരു കൂണിന്റെ സൈഡിൽ മറിഞ്ഞിരിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവർ ആ ജീവിയെ കാണുന്നത്. അത് വെറും ഒരു പൂമ്പാറ്റയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അത് വലിയൊരു പക്ഷിയാണ്. അത് പറന്നുപോയി കഴിയുമ്പോഴാണ് അവർക്കൊന്ന് ആശ്വാസമാവുന്നത്. ഈ സമയം നിക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിലെ കാൽക്കുലേറ്റർ വെച്ചിട്ട് അവർക്ക് അവിടെ നിന്ന് വീട്ടിലേക്കുള്ള
ദൂരമൊക്കെ അളക്കാൻ തുടങ്ങി. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിട്ട് വെറും 64 ഫീറ്റ് മാത്രമേ അവരുടെ വീട്ടിലേക്ക് ദൂരമുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയിൽ 3.2 മൈൽ ദൂരമുണ്ടത്. ഒരുപാട് സമയം നടന്നാലേ അവർക്ക് വീട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരവരുടെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവരുടെ അമ്മ അവരുടെ വീട്ടിലേക്ക് വരുന്നത്. ഇവളുടെ പേര് ഡയാൻ എന്നാണ്. ഇവൾ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ്. അവൾ ഇപ്പോൾ ഒരു വീട് വിറ്റിട്ടുണ്ട്. ആ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് അവൾ വീട്ടിലേക്ക് വരുന്നത്. അവൾ ഉടനെ തന്നെ ആ കാര്യം സാലിൻസ്കിയുടെ അടുത്ത് പറയാണ്. പക്ഷെ അവളുടെ ദിവസം ഇന്ന് വളരെ സന്തോഷകരമായിരുന്നെങ്കിലും അയാൾക്ക് ഇന്ന് വളരെ മോശപ്പെട്ട ഒരു ദിവസമാണ്. അയാളുടെ പ്രൊജക്ട് റിജക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ സങ്കടത്തോടെയാണ് അയാൾ അവളുടെ അടുത്ത് പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ അവൾ ഓരോന്നൊക്കെ പറഞ്ഞ് അയാളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ വീട്ടിന്റെ അകത്തേക്ക് കയറി ഉടനെ തന്നെ അവൾ കുട്ടികളെയാണ് അന്വേഷിക്കുന്നത്. അത് കേൾക്കുമ്പോൾ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ പോയി തിരിച്ചു വന്നതിന് ശേഷം അവരെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. മാത്രമല്ല അയാൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് അയാളുടെ ആ സോഫ നഷ്ടപ്പെട്ടു, അതാരാണ് എടുത്തോണ്ട് പോയതെന്ന് എനിക്ക് അറിയത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. അത് കേട്ട് ഡയാൻ ആണെങ്കിൽ ആകെ സംശയിച്ച് നിൽക്കുകയാണ്. ഈ സമയം തന്നെ കുട്ടികളാണെങ്കിൽ ഇപ്പോഴും ആ പുല്ലിന്റെ ഇടയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നടന്ന് അവരിപ്പോൾ എത്തിച്ചേരുന്നത് കുറച്ച് വെള്ളത്തിന്റെ മുന്നിലാണ്. അത് കുറച്ച് വെള്ളമേ ഉള്ളൂ എങ്കിലും അവരെ സംബന്ധിച്ചിട്ട് അതൊരു പുഴയാണ്. അതിലൂടെ നീന്താതെ അവർക്ക് അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കത്തില്ല. നമുക്ക് ഇതിലൂടെ നീന്തിയാലോ എന്നാണ് നിക്ക് ചോദിക്കുന്നത്. എന്നാൽ ഈ സമയം എമി നോക്കുമ്പോൾ ആ വെള്ളത്തിലൂടെ ചത്തൊരു ജീവിയൊക്കെ ഒഴുകി പോകുന്നുണ്ട്. അത് കാണുമ്പോൾ ഞാൻ ഇതിലൂടെ നീന്താനില്ല എന്നാണ് അവള് പറയുന്നത്. ഈ സമയത്താണ് നിക്കിനൊരു ഐഡിയ തോന്നുന്നത്. നമുക്ക് കോർക്കിനെ വിളിച്ചാലോ, അവൻ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും അവന്റെ പുറത്ത് കയറി വീട്ടിലേക്ക് പോവാം എന്നാണ് നിക്ക് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും അത് നല്ലൊരു ഐഡിയ ആണെന്ന് മനസ്സിലായി. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് വിസിലടിക്കാൻ തുടങ്ങി. ആ വിസിലടിക്കുന്ന ശബ്ദം കോർക്ക് വീട്ടിന്റെ അകത്തിരുന്ന് കേൾക്കുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ തുടരെ തുടരെ വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് റസൽ എമിയുടെ മുന്നിൽ നാണം കിട്ടുപോകുന്നത്. കാരണം കുട്ടികൾക്കൊക്കെ വിസിലടിക്കാൻ അറിയുമെങ്കിലും അവന് മാത്രം വിസിലടിക്കാൻ അറിയത്തില്ല. അത് മനസ്സിലാവുമ്പോൾ എമി അവന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. വിസിലടിക്കാൻ അത്ര പാടൊന്നുമില്ല, ചുണ്ടുകൾ ചേർത്ത് പിടിച്ചിട്ട് അതിനകത്തൂടെ എയർ കടത്തി വിട്ടാൽ മതി എന്നാണ് അവള് പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ റസൽ അതിന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ അവന്റെ വായിൽ നിന്ന് ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ കുറച്ചുകൂടെ നടന്ന് അവരിപ്പോ മുള്ളുള്ള ഒരു ചെടിയുടെ അടുത്താണ് എത്തി നിൽക്കുന്നത്. ആ ചെടിയുടെ മുകളിലേക്ക് കയറാനാണ് അവരിപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമയം കോർക്കാണെങ്കിൽ ആ വിസിലടി ശബ്ദം കേട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ സാലിൻസ്കി വേഗം ചെന്നിട്ട് ആ വാതിൽ തുറന്നു കൊടുക്കുന്നു. അങ്ങനെ കോർക്ക് പെട്ടെന്ന് തന്നെ ആ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങുകയാണ്. അതിനുശേഷം അവിടെയൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ഓരോരോ കുട്ടികളായിട്ട് ആ മുള്ളിൽ പിടിച്ച ആ ചെടിയുടെ മുകളിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എമി ആണെങ്കിൽ പേടി കാരണം അവൾ അതിൽ പിടിച്ച് കയറുന്നില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് ആ ചെടിയുടെ മുകളിലെത്തി. നിക്ക് നോക്കുമ്പോൾ കോർക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൻ ഉടനെ തന്നെ വീണ്ടും വിസിലടിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് റൊണാൾഡിന്റെ വീട്ടിലെ പൂച്ച അങ്ങോട്ട് വരുന്നത്. ആ പൂച്ചയെ കോർക്കിന് പേടിയാണ്. അതുകൊണ്ട് തന്നെ കോർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിന്റെ അകത്തേക്ക് തന്നെ കയറി പോവാണ്. ഈ സമയത്താണ് അവർക്ക് മറ്റൊരു പ്രശ്നം വരുന്നത്. 3 പേരിപ്പോൾ ആ ചെടിയുടെ മുകളിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചെടി അവരുടെ വെയിറ്റ് താങ്ങുന്നില്ല. അതിങ്ങനെ ആടി ഒലയാൻ തുടങ്ങി. അതോടൊപ്പം നിക്ക് അവിടെയുള്ള ഒരു പൂവിന്റെ മുകളിലേക്ക് വീണു പോവാണ്. അവനിപ്പോ ആ പൂമ്പൊടിക്കകത്ത് പെട്ടിരിക്കുകയാണ്. ഈ സമയം എമി അവന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നീ പെട്ടെന്ന് തന്നെ ആ പൂവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങ്, നിനക്ക് പൂമ്പൊടി അലർജിയാണ് എന്നൊക്കെയാണ് അവള് വിളിച്ചു പറയുന്നത്. അത് കേൾക്കുമ്പോൾ അത് കുഴപ്പമില്ല ചേച്ചി, ഈ പൂമ്പൊടി വളരെ വലുതാണ്, ഇതെന്റെ ശ്വാസകോശത്തിലേക്ക് കയറത്തില്ല എന്നാണ് അവൻ പറയുന്നത്. ഇതേ സമയം തന്നെ ഡയാൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവൾ നോക്കുമ്പോൾ സാലിൻസ്കിയുടെ ലാബിലുള്ള ആ ജനലൊക്കെ പൊട്ടിക്കിടക്കുന്ന കാണുന്നുണ്ട്. അത് അപ്പുറത്തെ വീട്ടിലെ കുട്ടികളുടെ പണിയാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് റൊണാൾഡിന്റെ അമ്മ അങ്ങോട്ട് വരുന്നത്. ഇവളുടെ പേര് മേ എന്നാണ്. അവൾ ഉടനെ തന്നെ ഡയാന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എന്റെ മക്കളെ കാണുന്നില്ല, നീ എങ്ങനെ അവരെ കണ്ടായിരുന്നോ എന്നാണ് മേ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിന്റെ മക്കളെയും കാണുന്നില്ലേ, ഞാനും എന്റെ പിള്ളേരെ നോക്കി നടക്കുകയായിരുന്നു, അവരെങ്ങാനും നിന്റെ വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണേ എന്നാണ് ഡയാൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ മേ ആണെങ്കിൽ അതിന് ഓക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ പോയി കഴിഞ്ഞതിന് ശേഷം ഡയാൻ വീണ്ടും അവിടേക്ക് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവൾ കുട്ടികളെ ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ആ ശബ്ദം കുട്ടികൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഈ സമയത്താണ് അവർ മറ്റൊരു ശബ്ദം കൂടെ കേൾക്കുന്നത്. അത് കുറെ തേനീച്ചകളായിരുന്നു. അതിലൊരു തേനീച്ച നേരെ വരുന്നത് നിക്ക് കിടക്കുന്ന പൂവിന്റെ അടുത്തേക്കാണ്. വന്ന ഉടനെ തന്നെ അത് നിക്കിനെ റാഞ്ചിയെടുത്ത് അവിടെ നിന്ന് പറക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ ആ ചെടിയുടെ മുകളിലുണ്ടായിരുന്ന റസൽ ആണെന്നുണ്ടെങ്കിൽ അവനെ രക്ഷിക്കാൻ വേണ്ടി ആ ജീവിയുടെ പുറത്തേക്ക് ചാടുകയാണ്. അങ്ങനെ അവരെ രണ്ടുപേരെയും തൂക്കിയെടുത്തിട്ടാണ് ആ തേനീച്ച അവിടെ നിന്ന് പറന്നു പോകുന്നത്. അവരാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് അതിന്റെ ദേഹത്ത് പിടിച്ചിരിക്കുന്നത്. അങ്ങനെ തേനീച്ച പറന്നു പോകുന്ന വഴി സാലിൻസ്കി ആണെങ്കിൽ തോംസന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിന്റെ ഇടയിലേക്കാണ് ആ തേനീച്ച പോകുന്നത്. അത് കാണുമ്പോൾ തോംസൺ ആണെങ്കിൽ ഒരു വടി എടുത്തിട്ട് അതിനെ അടിക്കാൻ തുടങ്ങി. കുട്ടികളാണെങ്കിൽ അടിക്കലേന്നൊക്കെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആരും തന്നെ അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ തേനീച്ച തോംസനെ വിട്ട് നേരെ സാലിൻസ്കിയുടെ അടുത്തേക്ക് പറക്കാൻ തുടങ്ങി. അയാൾ ഉടനെ തന്നെ ഒരു വടി എടുത്തിട്ട് ആ തേനീച്ചയെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുട്ടികളുടെ ഭാഗ്യത്തിന് ആ അടി തേനീച്ചയ്ക്ക് കൊള്ളുന്നില്ല. അങ്ങനെ കുറെ നേരം പറന്നതിന് ശേഷം തേനീച്ച തിരിച്ച് ആ പുല്ലിന്റെ ഇടയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതോടൊപ്പം ഒരു പുൽനാമ്പ് തട്ടിയിട്ട് കുട്ടികളൊക്കെ തെറിച്ച് താഴേക്ക് വീഴാണ്.
ഈ സമയത്താണ് സാലിൻസ്കി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അത് അയാളുടെ കയ്യിലുള്ള ആ വടിയായിരുന്നു. അത് ബേസ്ബോൾ കളിക്കുന്ന ബാറ്റാണ്. നിക്ക് ബേസ്ബോൾ കളിക്കാറില്ല. അതിൽ നിന്നും ഇത് അപ്പുറത്തെ വീട്ടിലെ ബാറ്റാണ് എന്ന കാര്യം അവന് മനസ്സിലായി. ഈ സമയത്താണ് അവൻ അവന്റെ ലാബിന്റെ ജനാല ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ബേസ്ബോൾ കൊണ്ടിട്ടാണ് അത് പൊട്ടിയത് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ സാലിൻസ്കി നേരെ അയാളുടെ ലാബിലേക്കാണ് പോകുന്നത്. ആ ലാബിന്റെ അകത്തേക്ക് കയറുമ്പോഴാണ് അയാൾ എന്തിനോ ചവിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ശബ്ദം കേൾക്കുന്നുണ്ട്. അയാൾ നോക്കുമ്പോൾ അത് അയാളുടെ സോഫയാണ്. അത് വളരെ ചെറുതായിട്ടുണ്ട്. അതിൽ നിന്നും അയാളുടെ ആ മെഷീൻ വർക്കായി എന്ന കാര്യമൊക്കെ മനസ്സിലായി. ഈ സമയത്താണ് ആ ഞെട്ടിക്കുന്ന കാര്യം അയാൾ തിരിച്ചറിയുന്നത്. തന്റെ കുട്ടികളും ആ മെഷീൻ കാരണം ചെറുതായി പോയി. അങ്ങനെ ഉടനെ തന്നെ അയാൾ അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആ സെർച്ചിങ്ങിനിടയിലാണ് അയാൾ ആ ചൂല് കാണുന്നത്. അപ്പൊ നേരത്തെ താൻ അടിച്ചു വാരിയപ്പോ കുട്ടികളും അതിൽ പെട്ടിട്ടുണ്ട് എന്ന കാര്യം അയാൾ തിരിച്ചറിയാണ്. അങ്ങനെ ഉടനെ തന്നെ അയാൾ ഒരു ലെൻസും എടുത്തിട്ട് ആ ഗാർബേജ് ബാഗ് മൊത്തം തപ്പാൻ തുടങ്ങി. പക്ഷെ അതിനകത്തൊന്നും ആ കുട്ടികളെ കാണുന്നില്ല. ഇനിയിപ്പോ സെർച്ച് ചെയ്യേണ്ടത് ആ പുല്ലുകൾക്കിടയിലാണ്. പക്ഷെ അതിന്റെ മുകളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അപകടം പറ്റാൻ സാധ്യതയുണ്ട് എന്ന് അയാൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 2 വടി എടുത്തുകൊണ്ട് വന്നിട്ട് അതും കുത്തിപ്പിടിച്ച് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ ഗാർഡൻ നനയ്ക്കുന്ന പൈപ്പ് ആ വടിയിൽ കുടുങ്ങി പോകുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ സ്പ്രിംഗ്ലറൊക്കെ ഓണാവുകയും ചെയ്യുന്നു. അങ്ങനെ ആ സ്പ്രിംഗ്ലർ ആ ലോണിൽ മൊത്തം വെള്ളം തെളിക്കാൻ തുടങ്ങി. കുട്ടികളെ സംബന്ധിച്ചിട്ട് അത് വലിയൊരു അപകടമായിരുന്നു. വലിയ വലിയ വെള്ളത്തുള്ളികളാണ് അങ്ങോട്ട് വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ 2 ടീമായിട്ടാണുള്ളത്. ആ വെള്ളത്തുള്ളികളൊക്കെ അങ്ങോട്ട് വീഴുന്ന കാണുമ്പോൾ എമി ആണെങ്കിൽ റൊണാൾഡിനെയും കൂട്ടി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. റസലിന്റെയും നിക്കിന്റെയും കാര്യം അതുപോലെ തന്നെയായിരുന്നു. അവരും വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ഓടി എമി റൊണാൾഡിനെയും കൊണ്ട് ആ ലോണിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രാനൈറ്റിന്റെ മുകളിലേക്കാണ് കയറി ചെല്ലുന്നത്. ഈ സമയമാകുമ്പോഴേക്കും നിക്കും റസലും അങ്ങോട്ട് വരുന്നുണ്ട്. നിക്കിനെ കാണുമ്പോൾ അവൾ ഉറക്കെ അവനെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്നാണ് അവള് കാല് തെറ്റി താഴെയുള്ള ചെളിയിലേക്ക് വീണു പോകുന്നത്. റസലും അത് കാണുന്നുണ്ട്. അവൻ ഉടനെ തന്നെ ആ ചെളിയിലേക്ക് എടുത്ത് ചാടുകയാണ്. അതിനുശേഷം അവൾ അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും സാലിൻസ്കി ആണെങ്കിൽ ആ പൈപ്പ് മൊത്തം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ റസൽ എമിയെ കണ്ടെത്തുകയും ചെയ്യുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് അവൻ അവൾ ആ ചെളിക്കുണ്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത്. ഇതേ സമയം തന്നെ സാലിൻസ്കി ആണെങ്കിൽ കുട്ടികളെ തരയാൻ പുതിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ ഒരു തുലാസ് പോലെ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൽ തൂങ്ങിക്കിടന്നിട്ടാണ് അയാൾ ഇപ്പോ കുട്ടികൾ ആ ലോണിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം തോംസന്റെ വീട്ടിലാണെങ്കിൽ അയാൾ ഒരു ഫിഷിംഗ് ട്രിപ്പ് സെറ്റപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. അതിനുവേണ്ടി അയാളെ വിളിക്കാൻ വേണ്ടി 2 ആളുകൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അവരുടെ കുട്ടികൾ എത്താത്തോണ്ട് അവർക്ക് പോകാൻ സാധിക്കത്തില്ല. പക്ഷെ വൈഫിന് തീരെ വയ്യാത്തോണ്ടാണ് ഞങ്ങൾ ഈ ട്രിപ്പിന് വരാത്തത് എന്നാണ് തോംസൺ ആ ആളുകളുടെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവരാണെങ്കിൽ തിരിച്ചു പോവുകയും ചെയ്യുന്നു. $80 കൊടുത്തിട്ടാണ് അവർ ആ ട്രിപ്പ് ബുക്ക് ചെയ്തിരിക്കുന്നത്. തന്റെ കുട്ടികൾ കാരണമാണ് അത്രയും കാശ് അയാളുടെ കയ്യിൽ നിന്ന് പോയത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഓർത്ത് അയാൾ ശരിക്കും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഈ സമയം തന്നെ കുട്ടികളെല്ലാവരും ആ സ്റ്റോണിന്റെ അടുത്തിരുന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സ്റ്റോൺ ഇരിക്കുന്നത് അവരുടെ ആ ലോണിന്റെ നടുഭാഗത്തായിട്ടാണ്. അതായത് പകുതി ദൂരം അവർ പിന്നിട്ട് കഴിഞ്ഞു. ഇനി പകുതി ദൂരം മാത്രമേ അവരുടെ വീട്ടിലേക്ക് നടക്കാനുള്ളൂ. അങ്ങനെ വേഗം തന്നെ അവരവരുടെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. അവർ ആ കല്ലിന്റെ അടുത്ത് നിന്ന് പോയി കഴിയുമ്പോഴാണ് അവരെയും സെർച്ച് ചെയ്തുകൊണ്ട് സാലിൻസ്കി അങ്ങോട്ട് വരുന്നത്. അയാളുടെ കഷ്ടകാലത്തിന് അയാൾക്ക് കുട്ടികളെ കാണാൻ സാധിക്കുന്നില്ല. ഈ സമയം എമിയും കൂട്ടരും മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ നടന്ന് ഒരിടത്തെത്തുമ്പോഴാണ് അവർ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നത്. അതൊരു ബിസ്ക്കറ്റ് ആയിരുന്നു. അതൊരു ചെറിയ ബിസ്ക്കറ്റ് ആണെങ്കിലും അവരെ സംബന്ധിച്ചിട്ട് അവർക്കിപ്പോ സ്വർഗം കിട്ടിയതുപോലെയാണ്. അത്രയും വലുതാണ് അവർക്കത്. അങ്ങനെ എല്ലാവരും വേഗം ചെന്നിട്ട് ആ ബിസ്ക്കറ്റിന്റെ അകത്തേക്ക് കയറിയിട്ട് അതൊക്കെ തിന്നാൻ തുടങ്ങി. പക്ഷെ കുറച്ച് സമയം അതിലെ ക്രീമൊക്കെ വാരി തിന്നു കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ഉറുമ്പ് അങ്ങോട്ട് വരികയാണ്. അവരെ സംബന്ധിച്ച് ഉറുമ്പെന്ന് പറയുന്നത് അവർക്ക് ആനയാണ്. അതുകൊണ്ട് തന്നെ അവർ ഓടാൻ തുടങ്ങി. അങ്ങനെ അവരവിടെ മറഞ്ഞിരിക്കുകയാണ്. ഉറുമ്പാണെങ്കിൽ ആ ബിസ്ക്കറ്റ് തിന്നാൻ തുടങ്ങി. അതെല്ലാം കണ്ട് റൊണാൾഡ് ആണെങ്കിൽ ആകെ ദേഷ്യത്തിലിരിക്കുകയാണ്. അത് നമ്മുടെ ഫുഡാണ്, അത് നമുക്ക് കിട്ടിയേ പറ്റൂ. അതിനുവേണ്ടി നമുക്ക് ആ ഉറുമ്പിനോട് ഫൈറ്റ് ചെയ്യാം എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ എല്ലാവരും ഓടി ചെന്നിട്ട് ആ ഉറുമ്പുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഉറുമ്പാണെങ്കിൽ അവരെല്ലാവരെയും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം ആ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് എമി ഒരു കാര്യം ചെയ്യുന്നത്. അവൾ ഒരു ചെറിയ കഷ്ണം ബിസ്ക്കറ്റ് എടുത്തിട്ട് ആ ഉറുമ്പിന് നേരെ നീട്ടാൻ തുടങ്ങി. അത് കാണുമ്പോൾ ഉറുമ്പ് കുട്ടികളെ വിട്ടിട്ട് എമിയുടെ പുറകിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ആ ഉറുമ്പിനെ എങ്ങനെ മെരിക്കണം എന്ന കാര്യം അവർക്ക് മനസ്സിലായി. റൊണാൾഡ് ഇപ്പോ ഒരു വടിയിൽ ചൂണ്ട പോലെ ഒരു ബിസ്ക്കറ്റ് തൂക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അവൻ ആ ഉറുമ്പിന്റെ മേലെയാണ് കയറിയിരിക്കുന്നത്. ഉറുമ്പാണെങ്കിൽ ആ ബിസ്ക്കറ്റ് എടുക്കാൻ വേണ്ടി മുന്നോട്ട് നടക്കുകയാണ്. ബാക്കിയുള്ളവരാണെങ്കിൽ ഉറുമ്പിന്റെ ബാക്കിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഉറുമ്പിന് ആ ബിസ്ക്കറ്റ് കിട്ടുന്നവരെ അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവർക്കിനി നടന്നു ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇതേ സമയം തന്നെ ഡയാൻ ഇപ്പൊ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതുവരെയായിട്ടും കുട്ടികളെ കാണാത്തോണ്ട് തന്നെ അവൾ ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് കാര്യം അറിയിക്കുകയാണ്. അങ്ങനെ പോലീസ് അവിടെ എത്തി. കുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് തോംസണും പരാതി കൊടുത്തിട്ടുണ്ട്. അതിനെ തുടർന്ന് പോലീസുകാർ ആദ്യം ചെല്ലുന്ന അവരുടെ വീട്ടിലേക്കാണ്. അതിനുശേഷം കുട്ടികളുടെ ഡീറ്റെയിൽസ് മൊത്തം എഴുതിയെടുക്കാൻ തുടങ്ങി. ഈ സമയത്താണ് സാലിൻസ്കി ഡയാന്റെ അടുത്തേക്ക് വരുന്നത്. അതിനുശേഷം അയാൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതായത് അയാളുടെ മെഷീൻ വർക്കായി, അത് കാരണം അവരുടെ കുട്ടികൾ ചെറുതായി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേട്ട് ഡയാൻ ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയത്താണ് ആ പോലീസുകാർ അവരുടെ വീട്ടിലേക്കും വരുന്നത്. ഇവിടെ നിന്നൊരു കംപ്ലൈന്റ്
കംപ്ലൈന്റ് കിട്ടിയായിരുന്നല്ലോ നിങ്ങളുടെ കുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്, അതെന്തായി എന്നാണ് അവർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതൊരു മിസ്റ്റേക്ക് കാരണം പറ്റിപ്പോയതാണ്, കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് സെലിൻസ്കി അതിന് മറുപടി പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത് എന്ന കാര്യം അവർ അറിയാതിരിക്കാനാണ് അയാൾ അങ്ങനെ ഒരു കളവ് പറഞ്ഞത്. അത്രയും പറഞ്ഞ അയാൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഡയാൻ ആണെങ്കിൽ ബോധം കെട്ടി താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ സമയം കുട്ടികളാണെങ്കിൽ ആ ഉറുമ്പിന്റെ പുറത്ത് കയറി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദൂരം കൂടെ നടന്നു കഴിയുമ്പോൾ റൊണാൾഡ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഉറുമ്പിനെ സ്റ്റോപ്പ് ചെയ്ത് അതിന് തിന്നാൻ വേണ്ടി ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. ഈ ഒരു സമയമാകുമ്പോഴേക്കും അവൻ ആ ഉറുമ്പിനെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആന്റി എന്നാണ് അവൻ അതിനെ വിളിക്കുന്നത്. ഈ സമയം തന്നെ സെലിൻസ്കിയും ഡയാനും ആണെങ്കിൽ അയാൾ ഉണ്ടാക്കിയ ആ തുലാസിൽ തൂങ്ങിക്കിടന്ന് കുട്ടികൾ ഇപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ആ സെർച്ച് ചെയ്യുന്നൊക്കെ അപ്പുറത്ത് നിന്ന് തോംസണും കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അവരെന്താണ് ഈ കാണിക്കുന്നത് എന്നൊന്നും അയാൾക്ക് മനസ്സിലാവുന്നില്ല. അയാൾ ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കുറച്ചു സമയം അവിടെ നിന്നതിന് ശേഷം അയാൾ ആ സിഗരറ്റ് അവരുടെ ലോണിലേക്ക് ഇട്ടിട്ടാണ് അയാൾ വീട്ടിന്റെ അകത്തേക്ക് കയറി പോകുന്നത്. ആ സിഗരറ്റ് കുറ്റി അവിടേക്ക് വന്ന് വീഴുമ്പോൾ അതൊരു ഉലുക്ക വന്ന് വീണതുപോലെയാണ് കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നത്. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി അവർ വേഗം തന്നെ അതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതിൽ നിന്നും തന്റെ അച്ഛൻ വലിച്ചെറിഞ്ഞ സിഗരറ്റ് ആണ് എന്ന കാര്യം റസലിന് മനസ്സിലായി. ഈ സമയത്താണ് നിക്കിനൊരു ഐഡിയ തോന്നുന്നത്. സമയം രാത്രി ആയതുകൊണ്ട് അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർക്ക് തീ കിട്ടിയതുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കും. അവർ ഉടനെ തന്നെ ആ സിഗരറ്റ് കുറ്റിയിൽ നിന്നും പന്തങ്ങൾ കത്തിക്കാൻ തുടങ്ങി. ഇതേ സമയം ഡയാൻ ആണെങ്കിൽ സെലിൻസ്കിയുടെ അടുത്തൊരു കാര്യം പറയാൻ തുടങ്ങി. കുട്ടികൾ ചെറുതായി പോയ കാര്യം തോംസണെയും ഭാര്യയെ അറിയിക്കണ്ടേ എന്നാണ് ഡയാൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ സെലിൻസ്കി ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉടനെ തന്നെ തോംസണെയും ഭാര്യയെയും അയാളുടെ ലാബിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് സെലിൻസ്കി ഉണ്ടായ കാര്യങ്ങളൊക്കെ അയാളോട് പറയാൻ തുടങ്ങി. ആ സോഫ ചെറുതായി പോയതൊക്കെ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് അയാൾ തോംസന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അയാൾ തെളിവ് കാണിച്ചു കൊടുത്തിട്ടും തോംസണും ഭാര്യയും അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അവർ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഈ സമയം കുട്ടികളാണെങ്കിൽ ആ പന്തവും കത്തിച്ച് നടക്കാൻ തുടങ്ങി. കുറെ നടന്ന് ഒരിടത്തെത്തുമ്പോഴാണ് അവരൊരു കാര്യം കാണുന്നത്. അത് നിക്കിന്റെ കളിപ്പാട്ടമായിരുന്നു. അതിൽ 2 ഹോൾസ് ഉണ്ട്. അപ്പൊ ഇന്ന് രാത്രി അതിനകത്ത് കിടന്നുറങ്ങാം എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ നിക്കും റൊണാൾഡും കൂടെ അതിന്റെ മുകളിലത്തെ തുളയിലേക്ക് കയറി കിടക്കുകയാണ്. എമി വലിയ പെൺകുട്ടി ആയതുകൊണ്ട് രണ്ടാമത്തെ തുളയിൽ അവളെ കിടത്തിയതിനു ശേഷം റസല് താഴെയാണ് ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. സാലിൻസ്കിയും അയാളുടെ ഭാര്യയും കൂടെ വീടിന്റെ പുറത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ തെരഞ്ഞിട്ടും കുട്ടികളെ കണ്ടെത്താൻ സാധിക്കാത്തതിൽ അവർക്ക് നല്ല വിഷമമുണ്ട്. മാത്രമല്ല ഡയാൻ ആണെങ്കിൽ മറ്റൊരു കാര്യം ആലോചിച്ചിട്ടാണ് ടെൻഷൻ. അവളുടെ മൂത്ത മകളുള്ളത് അപ്പുറത്തെ പയ്യന്റെ കൂടെയാണ്. ഇന്നത്തെ ദിവസം മൊത്തം അവർ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവോ എന്നൊക്കെ ഓർത്തിട്ടാണ് അവളുടെ ടെൻഷൻ. ഈ സമയം തന്നെ റസലും എമിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിച്ചിട്ടും ഇത്ര കാലമായിട്ടും നീ എന്താണ് എന്നെ പരിചയപ്പെടാൻ വരാഞ്ഞത് എന്നൊക്കെയാണ് അവള് ചോദിക്കുന്നത്. ഞാൻ പലതവണ നിന്നെ നോക്കാറുണ്ടായിരുന്നു, പക്ഷെ നീ ഒരിക്കൽ പോലും എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല എന്നാണ് റസൽ അതിന് മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ എമി ആണെങ്കിൽ വേഗം വന്നിട്ട് അവനെ കിസ് ചെയ്യാണ്. പെട്ടെന്നാണ് ഒരു വലിയ തേൾ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അത് കുട്ടികളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവർ പല രീതിയിൽ അതിനോട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് ആ തേളെന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ ഓടിക്കാൻ സാധിക്കുന്നില്ല. ആ തേള് കുട്ടികളെ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ ആ ഉറുമ്പ് നേരെ ആ തേളിന്റെ അടുത്തേക്കാണ് വരുന്നത്. അങ്ങനെ ഉറുമ്പും തേളും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. തേളാണെങ്കിൽ ഉറുമ്പിനെ നല്ല രീതിയിൽ പരിക്കേൽപ്പിക്കുന്നുണ്ട്. ഉറുമ്പിന് അതിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. തേള ആ ഉറുമ്പിനെ അങ്ങനെ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ കുട്ടികൾക്കും ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവർ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആ തേളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ അടിയിട്ടി കഴിയുമ്പോൾ തേള് വേഗം തന്നെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ തേള് പോയി കഴിയുമ്പോൾ അവരെല്ലാവരും നേരെ ഉറുമ്പിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ആ തേളുമായിട്ടുള്ള ഫൈറ്റിൽ ഉറുമ്പിന് നല്ല രീതിയിൽ പരിക്കു പറ്റിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അത് ചത്തുപോവാണ്. അത് കണ്ട് കുട്ടികളാണെങ്കിൽ ആകെ സങ്കടത്തിലിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. കുട്ടികളെല്ലാവരും ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ടോമി നിക്കിനെ അന്വേഷിച്ചു വരുന്നത്. അവനെ കാണാത്തോണ്ട് ടോമി നേരെ പോകുന്നത് ആ പുല്ല് വെട്ടുന്ന മെഷീന്റെ അടുത്തേക്കാണ്. അതിനുശേഷം അവൻ ആ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് അത് ഓണാക്കാൻ തുടങ്ങി. അത് ഓണാക്കി കഴിയുമ്പോൾ ഒരു ഭൂമികുലുക്കം പോലെയാണ് കുട്ടികൾക്ക് അത് ഫീൽ ചെയ്യുന്നത്. അത് ആ പുല്ല് വെട്ടുന്ന മെഷീൻ ഓണാക്കിയതാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അവർ ഉടനെ തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഈ സമയം ടോമി ആണെങ്കിൽ അവിടുത്തെ പുല്ല് മൊത്തം കട്ട് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ കുട്ടികളാണെങ്കിൽ ഒരു മണ്ണിരയുടെ കൂട്ടിന്റെ അകത്തേക്കാണ് കയറി ചെല്ലുന്നത്. ഈ സമയം ടോമി ആ പുല്ല് വെട്ടുന്ന മെഷീൻ ഓണാക്കിയത് സെലിൻസ്കിയും ഭാര്യയും കേൾക്കുന്നുണ്ട്. അവർ ഉടനെ തന്നെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ടോമിയുടെ അടുത്ത് അത് ഓഫ് ചെയ്യാൻ പറയാണ്. അവരവനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ടോമി അവർക്ക് നേരെ തിരിയുന്നുണ്ട്. ഈ സമയം ആ മെഷീൻ നേരെ ചെന്ന് നിൽക്കുന്നത് ആ മണ്ണിരയുടെ കൂടിന്റെ മുകളിലാണ്. അതിന്റെ ഫാൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾ മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. ഓരോ കുട്ടികളും മറ്റവരുടെ കാലിൽ പിടിച്ച് തൂങ്ങി നിൽക്കുകയാണ്. അതിനനുസരിച്ചിട്ട് അവർ മുകളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഫാന്റെ സ്പീഡിൽ കുട്ടികൾ എല്ലാവരും തന്നെ ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും സലിൻസ്കി ആണെങ്കിൽ ആ മെഷീൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അയാൾ കുട്ടികളെ അവിടെ മൊത്തം തിരയാൻ തുടങ്ങി. ഈ സമയം കുട്ടികളും അയാളെ കാണുന്നുണ്ട്. എല്ലാവരും അയാൾ ഉറക്കം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാൾ അത് കേൾക്കുന്നില്ല. അങ്ങനെ കുറച്ചു സമയം തെരഞ്ഞതിന് ശേഷം അയാൾ തിരിച്ച് വീട്ടിന്റെ അകത്തേക്ക് കയറി പോവാണ്. അത് കണ്ട് കുട്ടികളെല്ലാവരും ആകെ നിരാശയിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് കോർക്ക് അങ്ങോട്ട്
അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ എല്ലാവരും ഓടി ചെന്നിട്ട് കോർക്കിന്റെ രോമത്തിൽ ചാടി പിടിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കയറി കഴിയുമ്പോൾ കോർക്ക് വേഗം തന്നെ അവരുടെ വീടിന്റെ അകത്തേക്ക് ഓടാൻ തുടങ്ങി. ഈ സമയം സാലിൻസ്കി ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലും കോൺഫ്ലേക്സ് ആണ് കഴിക്കുന്നത്. ആ ടേബിളിന്റെ മുകളിലേക്കാണ് കോർക്ക് ഓടിക്കയറുന്നത്. പെട്ടെന്നാണ് കോർക്കിന്റെ ദേഹത്തു നിന്നും നിക്ക് ആ പാലിലേക്ക് വീണു പോകുന്നത്. പക്ഷെ സലിൻസ്കി അതൊന്നും കണ്ടിട്ടില്ല. അയാൾ ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഓരോ തവണ സ്പൂൺ മുക്കിയെടുക്കുമ്പോഴും നിക്കാണെങ്കിൽ ആ പാലിന്റെ അടിയിലേക്ക് ഊളിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ അധിക സമയം അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും അയാൾ അവൻ ആ സ്പൂണിൽ കോരിയെടുക്കുകയാണ്. നിക്കാണെങ്കിൽ ആ സ്പൂണിൽ കിടന്ന് ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. പക്ഷെ അയാൾ അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ അയാൾ അവനെ വായിലേക്ക് ഇടാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് കോർക്ക് അങ്ങോട്ട് വന്നിട്ട് അയാളെ കാലിൽ കടിക്കുന്നത്. ഈ ഒരു സമയത്താണ് അയാൾ സ്പൂണിലേക്ക് ശ്രദ്ധിക്കുന്നത്. അയാൾ ഒരു ലെൻസ് വെച്ചിട്ട് അത് മൊത്തം പരിശോധിക്കാൻ തുടങ്ങി. ഇപ്പോൾ അയാൾക്ക് നിക്കിനെ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ടേബിളിൽ നിൽക്കുന്ന ബാക്കി കുട്ടികളെ അയാൾ കാണുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ കുട്ടികളെയും കൊണ്ട് അയാൾ നേരെ പോകുന്ന അയാളുടെ ലാബിലേക്കാണ്. തോമസനെയും ഭാര്യയെ അയാൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് ആ മെഷീൻ വർക്കായത് എന്ന കാര്യം അയാൾക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. അതിനെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷനാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളും അതൊക്കെ കേൾക്കുന്നുണ്ട്. അവരുടനെ തന്നെ ആ ബേസ്ബോളിന്റെ കാര്യം പറയാൻ തുടങ്ങി. അവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നത് അവർക്ക് കേൾക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ സമയം അവർ ബേസ്ബോൾ കളിക്കുന്നൊക്കെ ആക്ട് ചെയ്ത് കാണിക്കാൻ തുടങ്ങി. അതിൽ നിന്നും ബേസ്ബോൾ ആണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഈ സമയത്താണ് സലിൻസ്കിക്ക് ആ മെഷീന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ള കാര്യം മനസ്സിലായത്. ആ മെഷീൻ ഓൺ ആക്കുമ്പോൾ നല്ല രീതിയിൽ ചൂട് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സാധനങ്ങളൊക്കെ ആദ്യം ബ്ലാസ്റ്റ് ആയി പോയത്. എന്നാൽ ആ ബേസ്ബോൾ ആ ലേസറിന്റെ മുന്നിൽ വീണ് കിടന്നപ്പോൾ ചൂട് വളരെ കുറച്ചാണ് പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് ആ മെഷീൻ വർക്കാവുകയും ചെയ്തു. അങ്ങനെ അയാൾക്ക് ആ മെഷീന്റെ ടെക്നിക്കൊക്കെ മനസ്സിലായി. ഇനി അത് ആ കുട്ടികളിൽ പരീക്ഷിക്കണം. പക്ഷെ നേരിട്ടത് കുട്ടികളിൽ പരീക്ഷിക്കാൻ അയാൾക്ക് ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ തോംസൺ ആണ് ആദ്യം മുന്നോട്ട് വരുന്നത്. അങ്ങനെ അയാൾ ആ ലേസർ വെച്ചിട്ട് തോംസന്റെ ശരീരത്തിലേക്ക് അടിക്കുകയാണ്. അതോടൊപ്പം തന്നെ തോംസൺ ചെറുതായി പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒന്നുകൂടെ അയാൾ തോംസന്റെ ശരീരത്തേക്ക് ആ മെഷീൻ അടിക്കുകയാണ്. അതോടൊപ്പം തന്നെ അയാൾ പഴയ രൂപത്തിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പൊ മെഷീന് കുഴപ്പമൊന്നുമില്ല. കുട്ടികളെ ഈസി ആയിട്ട് അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ കുട്ടികളെ എല്ലാവരെയും ആ ടേബിളിലേക്ക് നിരത്തി നിർത്തുകയാണ്. അതിനുശേഷം സലിൻസ്കി ആ ലേസർ ഷൂട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളെല്ലാവരും അവരുടെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. അതെല്ലാം കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ അവരുടെ പാരന്റ്സ് എല്ലാവരും ചെന്നിട്ട് കുട്ടികളെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചതിന് അവരൊരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടർക്കി കോഴിയാണ് അവരുടെ ഫുഡ്. എന്നാൽ സാധാരണ ടർക്കിയല്ല. ആ മെഷീൻ വെച്ചിട്ട് അവർ ആ ടർക്കിയെ വലുതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ അവർക്ക് തിന്നാൻ സാധിക്കും. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ റസലും എമിയും ആരും കാണാതെ അവരുടെ പ്രണയം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഇന്ന് അവർക്ക് മാത്രമല്ല ആഘോഷം. എല്ലാത്തിനും നിർണായക പങ്കുവഹിച്ച കോർക്കിനും ഇന്നൊരു ആഘോഷമാണ്. അവന്റെ ചെറിയ ബിസ്ക്കറ്റ് ആ മെഷീൻ വെച്ച് അവർ വലുതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അവന് കുശാലാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലൻ ഒരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.